ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്ററിന്റെ ന്യൂട്രീഷന്റെ 9ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദറ്റ് ഈസ് 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതായത് ഒരു 5 മാർക്ക്, 10 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് ഓൾസോ. ഓക്കെ, 1 മാർക്ക് വളരെ കുറവാണ്, എന്നാലും ചോദിക്കാം, വേണമെങ്കിൽ അതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് എന്ന്. കാരണം ഇതിനകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് ഡയറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ടൈപ്സ് ഓഫ് ഡയറ്റ്, ഫുൾ ഡയറ്റ്, സോളിഡ് ഡയറ്റ്, പ്രോട്ടീൻ ഡയറ്റ്, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഹൈ കലോറി ഡയറ്റ്, ലോ പ്രോട്ടീൻ ഡയറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്, ബ്ലാൻഡ് ഡയറ്റ്, അങ്ങനെയുള്ള അതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ടൈപ്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തെറാപ്യൂട്ടിക് ഡയറ്റിനകത്ത് ഈ ഒരു യൂണിറ്റിനകത്ത് ചോദിക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡയറ്റ് ഫോർ ഡയബറ്റിക് പേഷ്യൻസ്, ഡയറ്റ് ഫോർ ഹൈപ്പർടെൻസീവ് പേഷ്യന്റ്, ഡയറ്റ് ഫോർ പ്രഗ്നൻസി വുമൻ, അല്ലെങ്കിൽ ഡയറ്റ് ഫോർ ലാക്ടേറ്റിംഗ് മദർ, ഡയറ്റ് ഫോർ ഒബീസിറ്റി, ഡയറ്റ് ഫോർ ചിൽഡ്രൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഡയറ്റ് ഫോർ അനീമിയ, അങ്ങനെ പറഞ്ഞിട്ട് പല ഡിസീസസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഡിസീസസ് ഒന്നും പഠിക്കേണ്ട, നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എല്ലാ ഡിസീസിനും ഓരോ തരത്തിലുള്ള ഡയറ്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. ഇവിടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെ പേഷ്യൻസിന്റെ പേരുകളാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ആണോ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അത്രയും ഡിസീസസ് അവർക്കുള്ള ആ ടൈപ്പ് പേഷ്യൻസിനുള്ള ഡയറ്റിനെ കുറിച്ചൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. അത് 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. 5 മാർക്കിന് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർടെൻസീവ്, അനീമിക് പേഷ്യൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള. അപ്പൊ ഈ 2 ഏരിയയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് പോർഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ അതിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനും, പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഡയറ്റും ഇന്ന് പഠിക്കും. ടൈപ്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ പ്രീവിയസ് ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പല യൂണിറ്റ്സുകൾ നമ്മുടെ ബയോകെമിസ്ട്രി, ന്യൂട്രീഷനും ഫണ്ടമെന്റൽസിലുമായിട്ട് ഒരുപാട് പോർഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മറ്റു കോളേജുകളിലെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അവർ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസ് നമ്മുടെ ചാനലിൽ റെഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ആയാലും ഏത് സെമസ്റ്ററുകാരാണെങ്കിൽ ചാനൽ റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ചാനൽ റെഫർ ചെയ്യുക, അവരോട് കാണാൻ പറയുക. യൂസ്ഫുൾ ആണെങ്കിൽ അവരോട് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കാൻ പറയുക. അതുപോലെ അവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെ പോർഷൻസ് ആണ് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക. ഫസ്റ്റ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്ററിലൊക്കെ ഉള്ള കുട്ടികൾ ടെൻഷനേ വേണ്ട. നിങ്ങൾക്ക് ജാനുവരി മുതൽ, അതായത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററുകാർക്കുള്ള ക്ലാസ്സുകൾ ഏകദേശം ഇപ്പോൾ എടുത്തു വരികയാണ്. അപ്പോൾ നമ്മുടെ ജാനുവരി ഓൺവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററും തേർഡ് സെമസ്റ്ററുള്ള, കാരണം അടുത്ത് വരുന്ന എക്സാംസ് അവർക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററുകാർക്കുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായം എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ നഴ്സിംഗ് ആസ്പിരൻസിന് ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്കുകൾ പല വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ഒരു MCQ എന്നുള്ള ഒരു സീരീസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി നിങ്ങളുടെ സെമസ്റ്റർ, അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ MCQs ഡെയിലി 5 ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്വയം ആൻസർ ചെയ്യാൻ നോക്കുക. ഞാൻ അതിൻ്റെ ആൻസേഴ്സ് യൂട്യൂബിലും ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തെറ്റോ ശരിയോ എന്ത് തന്നെയായാലും ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യാനും നോക്കുക. ഓക്കെ, പിന്നെ ചില കുട്ടികൾ ക്ലാസ്, അതായത് എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര പേജസ് എഴുതണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ടെൻഷൻ ആവുണ്ടെങ്കിൽ ക്ലാസ് എക്സാമിന് തൊട്ട് മുന്നേ, അതായത് എക്സാമിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഞാനത് പറഞ്ഞുതരാം. എന്നാലും ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ മിനിമം നിങ്ങൾ 5 പേജെങ്കിലും, 5 പുറം, ഒരു പേജ് എന്ന് പറയുമ്പോൾ 2 പുറം ഉണ്ടാവും. അങ്ങനെ 5 പുറം. ഓക്കെ, അത് 2 പേജും അടുത്ത പേജിന്റെ ഒരു പുറവും,
അങ്ങനെ 5 പേജ് 5 പുറമെങ്കിലും എഴുതണം. ഓക്കെ, 10 മാർക്കിന്റെ ക്വസ്റ്റ്യന്. ഇനി 5 മാർക്ക് ആവുമ്പോൾ മിനിമം ഒരു 2.5 പേജെങ്കിലും എഴുതാൻ നോക്കുക, നേര് പകുതി, നമ്മുടെ 10ന്റെ നേര് പകുതി. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു പേജിന്റെ പകുതി പേജെങ്കിലും, ഓക്കെ, ബുള്ളറ്റ് പോയിന്റ്സ് ആയാലും പാരഗ്രാഫ് ആയാലും അറ്റ്ലീസ്റ്റ് ഒരു പുറത്തിന്റെ പകുതി, അതായത് ഒരു പുറം പേജ് എടുക്കുമ്പോൾ അതിന്റെ എന്ത് ചെയ്യുക, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൊണ്ട് ഒരു പേജ് എന്ന് പറയുന്നത് ആ രീതിയിലെങ്കിലും എഴുതി. അല്ലാതെ ഒരു പേജിന്റെ ലാസ്റ്റ് ലൈനിൽ 2 ലൈൻ എഴുതി അതിന്റെ ബാക്കി എടുത്ത് അടുത്ത പേജിൽ എഴുതി അങ്ങനെ എഴുതരുത്. പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് മെത്തേഡ് തന്നെ നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, അതുപോലെ മുന്നേ നമുക്ക് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നിവിടെ തെറാപ്യൂട്ടിക് ഡയറ്റ്സ് എന്താണെന്ന് നോക്കാം. ആ വേർഡിൽ തന്നെയുണ്ട് അല്ലെ, തെറാപ്യൂട്ടിക് ഫോർ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ്, തെറാപ്യൂട്ടിക് ചാപ്റ്റർ യൂണിറ്റ് 9ലെ സിലബസ് ആണിത്. തെറാപ്യൂട്ടിക് ഡയറ്റ്സ് എന്തൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കണം, ഡെഫിനിഷൻ പഠിക്കണം, ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കണം, പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ്സിന്റെ പ്രിൻസിപ്പിൾ എന്താ, ഒബ്ജക്റ്റീവ് എന്താ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരത്തില്ല. പകരം നിങ്ങൾക്ക് ചിലപ്പോൾ എസ്സേ വന്നാൽ, അതായത് ഒരു 10 മാർക്ക് എസ്സേയോ 5 മാർക്ക് എസ്സേയോ തെറാപ്യൂട്ടിക് ഡയറ്റ്സിനെ കുറിച്ച് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ എഴുതാം, അതിൻ്റെ ഡെഫിനിഷനും ജസ്റ്റ് അതിൻ്റെ പർപ്പസസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ള ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാം. ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഫസ്റ്റ് പേജിൽ അത് എഴുതാം. അതിനുശേഷം ജസ്റ്റ് എന്താണോ ടോപ്പിക്ക് ചോദിക്കുന്നത്, ഡയറ്റിൻ ഡിസീസസ് ലൈക്ക് ഒബീസിറ്റിയോ ഡയബറ്റീസ് മെലിറ്റസോ കാർഡിയോവാസ്കുലർ ഡിസീസസോ അണ്ടർ വെയ്റ്റോ റീനൽ ഡിസീസസോ ഹെപ്പാറ്റിക് ഡിസീസസ് കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ പ്രീ ഓപ്പറേറ്റീവ് പീരീഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഇതുപോലെയുള്ള പേഷ്യൻസ് ഏതെങ്കിലും ഡയറ്റ് ചോദിക്കുമ്പോഴൊക്കെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ഡെഫിനിഷനും ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ എഴുതാവുന്നതാണ്. അതിനുശേഷം പിന്നെ ഏത് പേഷ്യൻ്റെ ഡയറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു കണ്ടന്റിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പഠിക്കുന്നത്. ഒപ്പം തന്നെ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാവുന്നതാണ് തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, അല്ലെങ്കിൽ ഡിഫറൻസ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ്, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിഫറൻറ്റ് ബിറ്റ്വീൻ സോഫ്റ്റ് ഡയറ്റ് ആൻഡ് ബ്ലാൻഡ് ഡയറ്റ്. ഓക്കെ, ബ്ലാൻഡ് ഡയറ്റ് ആൻഡ് സോഫ്റ്റ് ഡയറ്റ്, ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതുക, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ അതൊക്കെ എഴുതാനുള്ള കണ്ടന്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് തെറാപ്യൂട്ടിക് ഡയറ്റ്? എന്താണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ, ഡയറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് മെഡിസിൻ. ഓരോ വ്യക്തിക്കും ഒരു അസുഖം ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കഴിക്കും, മെഡിസിൻസ് കഴിക്കും അല്ലേ. അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് കഴിക്കുന്ന നമ്മുടെ ആഹാരവും. ഓക്കെ, ആ ഓരോ ഡിസീസിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ള അല്ലെങ്കിൽ അതിനെ കോംപ്ലിക്കേഷൻ ആക്കാത്ത തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മളത് ആ സമയത്ത് കഴിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. അതുകൊണ്ട് ഡയറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് മെഡിസിൻ. മെഡിസിൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്. എ മോഡിഫിക്കേഷൻ ഇൻ ദ ഡയറ്റ് ഓർ ന്യൂട്രിയൻസ് ക്യാൻ ക്യൂർ സർട്ടൺ ഡിസീസ്. നമ്മൾ ചിലപ്പോൾ കഴിക്കുന്ന ചില ആഹാരത്തിലുള്ള അതിൻ്റെ ന്യൂട്രിയൻസിലോ അല്ലെങ്കിൽ ചെറിയ ഡയറ്റിൻ്റെ പാറ്റേണിലോ വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ആ ഡിസീസസ് ക്യൂർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നതിന്, ആ ഡിസീസസ് പെട്ടെന്ന് സുഖപ്പെടുന്നതിന് വളരെയധികം റോളുണ്ട്. ന്യൂട്രീഷൻ ഡ്യൂറിങ് ഇൽനെസ് ഷുഡ് ബി അഡിക്വേറ്റ്. ഓക്കെ, കൃത്യമായി നമുക്ക് ഒരു പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഒരു അസുഖമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ അളവിലായിരിക്കണം. അതായത് അഡിക്വേറ്റ് ന്യൂട്രിയൻസ് ഉള്ള, എക്സസ് ന്യൂട്രിയൻസ് ആകാനും പാടില്ല, ലെസ് ന്യൂട്രിയൻസ് ആകാനും പാടില്ല. അഡിക്വേറ്റ് ന്യൂട്രിയൻസ് ഉള്ള ആഹാരമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വീക്ക്നെസ്. ആ സമയത്ത് നമ്മൾ വളരെ ടയേർഡ് ആയിരിക്കും. അത് വെയിറ്റ് ലോസിലോട്ടും വീക്ക്നെസ്സിലോട്ടും ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഡിസീസിനും മെഡിസിൻസ് കഴിക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവിടെ അഡിക്വേറ്റ് ന്യൂട്രീഷനുള്ള തെറാപ്യൂട്ടിക് ഡയറ്റ് തന്നെ നമ്മൾ കഴിക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് ഡയറ്റ് തെറാപ്പി? ഡയറ്റ് തെറാപ്പി ഈസ് കൺസേൺഡ് വിത്ത് റിക്കവറി ഫ്രം ഇൽനെസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ബൈ ഡയറ്റ്. ഒരു ഡിസീസിൻ്റെ ആ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വന്ന ഡിസീസിനെ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ റോള്, അതിനെയാണ് ഡയറ്റ് തെറാപ്പി എന്നാണ്. അതായത് നമുക്ക് ആ ഒരു ആഹാരം കഴിക്കുന്ന രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് ചില ഡിസീസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും വന്ന ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡയറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, diet therapy is concerned with recovery from illness and prevention of diseases, okay, by
ഡയറ്റ് കൊണ്ട് നമ്മളൊരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്തൊക്കെ തരത്തിലുള്ള, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് ഡയറ്റ്. അതായത് നമുക്ക് കയ്യിൽ കിട്ടുന്നത് അപ്പോഴെടുത്ത് കഴിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളാണ്. പക്ഷേ ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാൻഡ് ഡയറ്റ്. അതായത് നമ്മൾ കൃത്യമായിട്ട് അളർന്നു കുറിച്ച് കഴിക്കുന്ന ആഹാരമാണ്. ഇറ്റ്സ് എ പ്ലാൻഡ് ഡയറ്റ്. അതൊരു ഇറ്റ്സ് എ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ്. സെക്കൻഡ് വൺ, മോഡിഫിക്കേഷൻ ഓഫ് നോർമൽ ഡയറ്റ്. നമ്മുടെ സാധാരണ നമ്മൾ എന്ത് ആഹാരമാണോ കഴിക്കുന്നത് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. there will be some changes. Okay, modification of normal diet, that also another characteristics of therapeutic diet. And third one, prescribed by doctor and planned by dietitian. So doctor will be telling the patient having protein digestive problem. Digestion of protein is not in a proper way, so it will be so there is a need for reducing protein intake. Okay, protein intake കുറയ്ക്കണം എന്ന് ജസ്റ്റ് പറയും. ഓക്കെ, ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡോക്ടറിന്റെ ഓർഡർ അനുസരിച്ച് ആരാണ് പ്ലാൻ ചെയ്യുന്നത്? ഡയറ്റീഷ്യൻ. ഓക്കെ, ദിസ് തെറാപ്യൂട്ടിക് ഡയറ്റ് മീൻസ് ഇറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ വിൽ ബി പ്രിസ്ക്രൈബിംഗ് ആൻഡ് ദ ഡയറ്റ് വിൽ ബി പ്ലാൻഡ് ബൈ ഡയറ്റീഷ്യൻ. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് വേണമോ, കാർബോഹൈഡ്രേറ്റ് ലോ വേണമോ, പ്രോട്ടീൻ റിച്ച് വേണമോ, പ്രോട്ടീൻ ലോ വേണമോ, അല്ലെങ്കിൽ എന്താ പറയുക ഫൈബർ റിച്ച് വേണമോ, അങ്ങനെയുള്ള ഏത് ഡയറ്റാണോ ഡോക്ടർ കഴിക്കാൻ പറയുന്നത് ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡയറ്റീഷ്യനാണ്. അതാണ് തെറാപ്യൂട്ടിക് ഡയറ്റിന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ്, യൂസ് ടു സപ്ലിമെന്റ് ദ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ സമയത്തും സർജിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അഡീഷണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത്. യൂസ് ടു സപ്ലിമെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ സർജിക്കൽ ട്രീറ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് ആണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനിയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നമുക്ക് 4 ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ്സ് എ പ്ലാൻഡ് ഡയറ്റ്, ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് നോർമൽ ഡയറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ and planned by dietitian, and it is used to supplement the medical or surgical treatment. Okay, next characteristics, റിമൂവിങ് ഓർ ആഡിങ് ഫുഡ്സ്. അതായത് എന്താണ് മോഡിഫിക്കേഷൻ വരുത്തുന്നത്? തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കഴിക്കുന്ന ആഹാരങ്ങൾ, ചില ആഹാരങ്ങൾ നമ്മൾ ആഡ് ചെയ്യും, ചില ആഹാരങ്ങൾ റിമൂവ് ചെയ്യും. അത് തന്നെയാണ് ഇതൊരു തെറാപ്യൂട്ടിക് ഡയറ്റിൽ. അതായത് നമ്മൾ സാധാരണ റൈസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നും ഗോതമ്പ് മാറ്റാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡിലോട്ടാക്കാം, അല്ലെങ്കിൽ കഞ്ചിയിലോട്ടാക്കാം, അല്ലെങ്കിൽ ഓയിലി ഫുഡ്സിലോട്ട് ഓയിലി ഫുഡ്സ് മാറ്റാം, അല്ലെങ്കിൽ നട്ട്സ് കൂടുതൽ കഴിക്കാം, അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആഹാരങ്ങൾ ആഡ് ചെയ്യാം, അല്ലെ? അങ്ങനെ പല ആഹാരങ്ങളും ആഡ് ചെയ്യുകയും പല ആഹാരങ്ങളും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് അനദർ കാറ്റഗറിസ്. നെക്സ്റ്റ്, ചേഞ്ച് ന്യൂട്രിയൻസ്, കലോറിക് കണ്ടന്റ് ഓർ ടെക്സ്ചർ. എന്ത് ചെയ്യുന്നു? നമ്മൾ ആഹാരത്തിനകത്തുള്ള ന്യൂട്രിയൻസിന്റെ അളവ്, ഓരോ ന്യൂട്രിയൻസും നമുക്ക് ഏത് ന്യൂട്രിയൻസ് ആണോ വേണ്ടത് ആ ന്യൂട്രിയൻസ് അടങ്ങിയ കൂടുതൽ ആഹാരങ്ങൾ ഉള്ളിൽ ആ ഒരു ഡയറ്റിൽ ആഡ് ചെയ്യുന്നു. കലോറിക് കണ്ടന്റ് നമുക്ക് അഡീഷന് വേണമെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. അതിന് കൺസിസ്റ്റൻസി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടെക്സ്ചർ, അതായത് സോഫ്റ്റ് ഡയറ്റ് വേണമോ, ഫ്ലൂയിഡ് ഡയറ്റ് വേണമോ, ഹാർഡ് ഡയറ്റ് വേണമോ, ച്യൂവിങ് ടൈപ്പ് ഡയറ്റ് വേണം, ഏത് ടൈപ്പ്, സെമി സോളിഡ് വേണമോ, ഏത് ഡയറ്റ് ഫ്ലൂയിഡ് ആണ് നമുക്ക് അല്ലെങ്കിൽ ഫുഡാണ് വേണ്ടത്, ആ തരത്തിൽ ആക്കി മാറ്റുന്നു. Clear? Based on the patient's condition, we will be making foods. Okay, next, increase or decrease the energy value. So based on the requirement of caloric value or energy value, the content of energy content in the food will be increasing or decreasing. These are the another characteristics of therapeutic diet. Same like that, increase or decrease bulk in diet. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, തെറാപ്യൂട്ടിക് ഡയറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ അളവ്. അതായത് നമ്മൾ ചെറിയ ചെറിയ സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുകയോ, ഒറ്റത്തവണ കഴിക്കുകയോ, അല്ലെങ്കിൽ ഹൈ ഫൈബർ ആഡ് ചെയ്യുകയോ, ലോ ഫൈബർ ആഡ് ചെയ്യുകയോ, അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ ഡയറ്റിൽ വരുത്തുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഡയറ്റാണ് തെറാപ്യൂട്ടിക് ഡയറ്റ്. അതൊരു നോർമൽ ഡയറ്റ് അല്ല. അതായത് നോർമൽ ഡയറ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി
പല വസ്തുക്കൾ ആഡ് ചെയ്യുകയും പല വസ്തുക്കൾ റിമൂവ് ചെയ്യുകയും റിക്വയർമെന്റ്സ് അനുസരിച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുകയും കലോറിക് ഇൻടേക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക ആസ് പെർ ദ ഡോക്ടേഴ്സ് ഓർഡർ. ആൻഡ് ഡയറ്റീഷ്യൻ വിൽ ബി പ്ലാനിങ് ദ ഡയറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് തെറാപ്യൂട്ടിക് ഡയറ്റിന്റെ പ്രധാനപ്പെട്ട കാരക്ടറിസ്റ്റിക്സ്. ഇനി what is the purposes of therapeutic diet? Both are almost same only. Why? Purpose means why we are giving therapeutic diet for the patient. Why can't we allow the patient to take the normal diet? Why we are choosing therapeutic diet? That is purposes of therapeutic diet. Okay, first one is regulate amount of food. Okay, അതായത് patient should not take over food or less food. അതായത് കറക്റ്റ് എമൗണ്ട് ഫുഡ് മാത്രമേ പേഷ്യന്റ് കഴിക്കാൻ പാടുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തെറാപ്യൂട്ടിക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റെഗുലേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, ദാറ്റ് ഇസ് എ ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ് പർപ്പസ്, അസിസ്റ്റ് ബോഡി ഓർഗൻസ് ടു മെയിൻറ്റെയിൻ നോർമൽ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ് കൊടുക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഓർഗൻസിന് നോർമൽ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇറ്റ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ, അതായത് എന്ത് ചെയ്യുന്നു, എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുക ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്നു. വെൻ വി ആർ ഗിവിങ് തെറാപ്യൂട്ടിക് ഡയറ്റ്, നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡൈജഷൻ അവിടെ നടക്കും, ഡൈജഷനെ അത് സഹായിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ടു ഇംപ്രൂവ് സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷൻ. പേഷ്യൻ്റ് ഈസ് ഹാവിങ് അനീമിയ, ഫോർ എക്സാമ്പിൾ ഐ എം ടെല്ലിങ് പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം അനീമിയ, വി ആർ ഗിവിങ് എ ഫുഡ് rich with iron content, so it will improve the condition of the patient and it will reduce the anemic illness അല്ലെ. അനീമിക് സിംറ്റംസ് അവിടെ റെഡ്യൂസ് ചെയ്ത് പേഷ്യന്റിന് നോർമൽ HB ലെവലിലോട്ട് വരാൻ സഹായിക്കുന്നു when we are giving high iron rich diet. Okay, that also another purpose of therapeutic diet. Next one, to increase or decrease the body weight. Okay, obesity ഉള്ള പേഷ്യൻസിന് ബോഡി വെയിറ്റ് ഡിക്രീസ് ചെയ്യാനും അതല്ലെങ്കിൽ എന്താണ് ലെസ് വെയിറ്റ് മാൾ ന്യൂട്രീഷൻ ഉള്ള പേഷ്യൻസിന് ഗുഡ് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, തെറാപ്യൂട്ടിക് ഡയറ്റ് സഹായിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് വൺ, ടു മീറ്റ് ദ മെറ്റബോളിക് നീഡ്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കറക്റ്റ് മെറ്റബോളിക് നീഡ്സുകളെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട അതിൻ്റെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയും തെറാപ്യൂട്ടിക് ഡയറ്റ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. അതായത് ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് തന്നെയാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അഡിക്വേറ്റ് എമൗണ്ട് വാട്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വെൻ വി ആർ ഗിവിംഗ് തെറാപ്യൂട്ടിക് ഡയറ്റ് വി വിൽ ഗീവ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് നോട്ട് എക്സസ് വാട്ടർ, വി വിൽ ഗീവ് അഡിക്വേറ്റ് എക്സാക്ട് ഓർ ആക്യുറേറ്റ് ലെവൽ ഓഫ് വാട്ടർ ഫോർ ദ പേഷ്യൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ് അപ്പീറ്റൈറ്റ്. ഒരു വിശപ്പ്, പേഷ്യൻ്റെ വിശപ്പിൻ്റെ ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഹൈബർ ഡയറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡൈജഷനൊക്കെ കൃത്യമായിട്ട് നടന്ന് പേഷ്യൻ്റെ അപ്പീറ്റൈറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. അതുപോലെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഗിവ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ, പ്രോപ്പർ ന്യൂട്രീഷൻ, അഡിക്വേറ്റ് ന്യൂട്രീഷൻ കൊടുക്കാനും സഹായിക്കുന്നു. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് therapeutic nutrition or therapeutic diet. What are the purposes of therapeutic diet? Regulate the amount of food and assist body organs to maintain normal function. It helps digestion and it improves the specific health condition. It will increase or decrease body weight and it will help to meet or fulfill metabolic needs of the patient. It will help to prevent dehydration or overhydration and it will improve the appetite and it will help to maintain adequate nutrition of the patient. Okay, these are the purposes of therapeutic diet. Next, what are the principles of therapeutic diet? It is very simple. Therapeutic diets in the principles എന്താണ്? The diet, first principle, that diet must be planned in relation to changes in metabolism occurring as a result. അതായത് നമുക്ക് വെറുതെ ഒരു ഡയറ്റ് പേഷ്യന്റ് കൊടുക്കാൻ പറ്റത്തില്ല. തെറാപ്യൂട്ടിക് ഡയറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി പ്ലാൻഡ്. അതായത് പേഷ്യന്റെ ശരീരത്തിലെ ചേഞ്ചസ് അനുസരിച്ച് മെറ്റബോളിസത്തിൽ ഉണ്ടാവുന്ന റിസൾട്ടിനനുസരിച്ച് നമ്മൾ ഡയറ്റ്
കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം കൊടുക്കാൻ. ദിസ് ഇസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഡയറ്റ് മസ്റ്റ് ബി പ്ലാൻഡ് ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ മെറ്റബോളിസം occurring as a result. Okay, next, second one, diet must be planned according to habits of patient. So whatever we like, that we can't give for patient. We should see the likes and dislikes of the patient, then we should decide the diet for the patient. Okay, diet must be പ്ലാൻഡ് അക്കോർഡിംഗ് ടു എന്തിൻ്റെ ബേസിൽ നമ്മൾ പ്ലാൻ ചെയ്തതായിരിക്കണം? ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. നോൺ വെജ് കഴിക്കാത്ത പേഷ്യൻസ് നമുക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് എന്തെന്ന് വെച്ചിട്ട് നോൺ വെജ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ ഹാബിറ്റ്സും കൾച്ചറും റിലീജിയനും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും പേഴ്സണൽ പ്രിഫറൻസ്, ദാറ്റ് മീൻസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡിസീസ് കണ്ടീഷൻ, ഈ ഫാക്ടേഴ്സ് എല്ലാം അനുസരിച്ചിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ വി കാൺ ഫോഴ്സ് ദം ടു ഹാവ് സം ഫുഡ്. We have to see what are the habits of that patient, what is the culture of patient, what is the religion of patient, what is the socio-economic status of the patient, what are the likes and dislikes or like preference of the patient, what is the disease condition of the patient. Everything we should see and plan diet for the patient. Okay, next, third one, whatever diet is prescribed, there should be variety of selection. It should not be same thing. It should be attractive. It should be delicious. It should be tasty, okay, to attract the patient. Whatever diet prescribed, whether it is a non-veg, whether it is a vegetarian, whatever it is, it should be variety of selection. Okay, it should not be same thing. Okay, next one, hot food should be served hot and cold should be as cold. അതായത് ചൂടാഹാരം കൊടുക്കാൻ പറയുമ്പോൾ ചൂട് ഫുഡ് തന്നെ നമ്മൾ കൊടുക്കണം. കോൾഡ് ഫുഡ് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, ചില ഡിസീസസിന് നമുക്ക് കോൾഡ് ഫുഡ് കൊടുക്കേണ്ടി വരും, ഹോട്ട് ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള ഫുഡ് തന്നെ കൊടുക്കണം. ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് therapeutic diet. What are the principles of diet? First one is, it should be planned in relation to changes in metabolism occurring as a result. Next one, diet must be planned according to the habits of patient, culture, religion, socio-economic status, personal preferences, and disease condition. Whatever diet is prescribed, there should be variety of selection. Hot food should be served hot, cold should be served as cold. Okay, next, types of therapeutic. This is very important. You may get 5 mark question or 2 mark question from this area. Okay, ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ടോട്ടലി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. പല തരത്തിലുള്ള തെറാപ്യൂട്ടിക് ഡയറ്റ്, അതിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് ആദ്യം പേരുകൾ പറയാം. ഫസ്റ്റ് വൺ റെഗുലർ ഡയറ്റ്, സെക്കൻഡ് വൺ ലിക്വിഡ് ഡയറ്റ്, തേർഡ് വൺ സോഫ്റ്റ് ഡയറ്റ്, ഫോർത്ത് വൺ ഡയബറ്റിക് ഡയറ്റ്, കലോറി കൺട്രോൾഡ് ഡയറ്റ്, ലോ കൊളസ്ട്രോൾ ഡയറ്റ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലോ പ്രോട്ടീൻ ഡയറ്റ്, ലോ റെസിഡ്യൂ ഡയറ്റ്, ബ്ലാൻഡ് ഡയറ്റ്, ലോ ഫാറ്റ് ഡയറ്റ്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് ഡയറ്റ്. വളരെ മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില തെറാപ്യൂട്ടിക് ഡയറ്റുകളാണ്. ഇനി ഓരോ പേഷ്യൻസിനും വരുമ്പോൾ വ്യത്യാസം വരും, എന്നാലും നമുക്ക് ജസ്റ്റ് കോമൺ ആയിട്ട് പറയാനാണ് ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റ് വരുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. റെഗുലർ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, കലോറി കൺട്രോൾഡ് ഡയറ്റ്, ലോ കൊളസ്ട്രോൾ ഡയറ്റ്, sodium restricted diet, high protein diet, low protein diet, low residue diet, bland diet, low fat diet. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓരോ ഡയറ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റെഗുലർ ഡയറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി, ആ വേർഡ് തന്നെ ഉണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. റെഗുലർലി വി ആർ ഗിവിങ്. ഓക്കെ, റെഗുലർ ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് യൂഷ്വലി യൂസ്ഡ് ഫോർ ആംബുലേറ്ററി പേഷ്യൻസ്. അതായത് ആംബുലേറ്ററി ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ്, അതാണ് റെഗുലർ ഡയറ്റ്. അറ്റ് ടൈംസ് ഈസ് ഹാവ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് കലോറി കണ്ടന്റ്. ചിലപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ കുറച്ച് എനർജി കണ്ടന്റ് ചിലപ്പോൾ അവിടെ കുറയ്ക്കേണ്ടി വരും. അല്ലാത്ത ഭാഗം നമുക്ക് നോർമൽ റെഗുലർ ഡയറ്റ് ആണത്. ഫുഡ് സച്ച് ആസ് റിച്ച് ഡിസേർട്സ്, ക്രീം സോസസ്, സാലഡ് ഡ്രസ്സിങ് ആൻഡ് ഫ്രൈഡ് ഫുഡ്സ് മേ ബി ഡിക്രീസ്ഡ് ഓർ വോമിറ്റ്. നമുക്ക് ഇതുപോലെയുള്ള ഫുഡുകൾ, നമുക്ക് ഡെസേർട്ടുകളോ ജങ്ക് ഫുഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നോർമൽ നമ്മുടെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്ന നോർമൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കൊടുക്കുന്നു, അതാണ് റെഗുലർ ഡയറ്റ്. ഇനി റെഗുലർ ഡയറ്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനാണ് ഫുൾ ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്,
ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയും. എന്തൊക്കെയാണ് റെഗുലർ ഡയറ്റിന്റെ 3 ടൈപ്പുകൾ? ഫുൾ ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ബ്ലാൻഡ്. അപ്പൊ ഫുൾ ഡയറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് റെഗുലർ വെൽ ബാലൻസ്ഡ് ഡയറ്റ്. ഫുൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് വെൽ ബാലൻസ്ഡ് ഡയറ്റ്. ഇറ്റ് ഈസ് വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ ആകാം, നോൺ വെജിറ്റേറിയൻ ആകാം, പക്ഷെ അതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഫുൾ ഡയറ്റ് ആണ്. ഓക്കെ, ഫുൾ ഡയറ്റ് ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഹു ഡു നോട്ട് നീഡ് എനി സ്പെഷ്യൽ മോഡിഫിക്കേഷൻ. അതായത് ചില കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് അവിടെ ആഹാരത്തിൽ പ്രത്യേകിച്ച് തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻസും നടത്തേണ്ടതില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊടുക്കുന്നു. അതിനെ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് full diet. Okay, it contain all type of nutrients in a balanced amount. Whether it is a vegetarian or non-vegetarian, there is no need of any special modification. Okay, we have to give only balanced diet. That is a special thing in full diet. Then we will see what is meant by soft diet. It is given to provide light and easily digestible food with a minimum residue. അതായത് പേഷ്യൻറ്റിന് വളരെ സോഫ്റ്റ് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാം. അതായത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ വളരെ ഫാസ്റ്റ് ആയിട്ട് എനർജി റിക്വയർമെൻ്റ് ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് വളരെ ലൈറ്റായിട്ട് വളരെ ചെറിയ എമൗണ്ട് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആഹാരം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? സോഫ്റ്റ് ഡയറ്റ്. അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി ഈ ഒരു ഡയറ്റ് ചൂസ് ചെയ്യാം. അതായത് ഒരുപാട് ചവച്ചരയ്ക്കേണ്ടാത്ത ഫുഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫുഡ് വിച്ച് റിക്വയർസ് ലിറ്റിൽ ച്യൂവിങ്. വളരെ കുറച്ച് മാത്രം നമ്മൾ ചവച്ചരച്ചാൽ മതി. കണ്ടെയ്ൻ നോ ഫൈബർ. അതിനകത്ത് ഫൈബർ ഇല്ല. ഫൈബർ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതലായിട്ട് ചവച്ചരയ്ക്കണം. മാസ്റ്റിക്കേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു അളവ് അവിടെ കൂടും. ച്യൂവിങ്ങിൻ്റെ അളവ് അവിടെ കൂടും. അത് വേണ്ടാത്ത ആഹാരത്തിനെയാണ് നമ്മൾ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്ലാൻഡ് ഡയറ്റ്? ദ ഫുഡ്സ് ആർ ഈസിലി ഡൈജസ്റ്റബിൾ, free from substances which might cause irritation of GI tract and generally or low roughage content used mainly in GI condition. That means അപ്പോൾ ഇതിങ്ങനെ കോമൺലി 2 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാൻഡ് ഡയറ്റ് മീൻസ് എസ്പെഷ്യലി വി ആർ ഗിവിംഗ് ഫോർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പേഷ്യൻസ്. ഓക്കെ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പേഷ്യൻസിന്, കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന്, അത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഡയറ്റാണ് ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഡയറ്റിന്റെ പ്രത്യേകത നമ്മൾ സോഫ്റ്റ് ഡയറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡാണ്. അതായത് നമ്മുടെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, ഓയിലി ആയിട്ടുള്ള, മറ്റ് ആഡഡ് സബ്സ്റ്റൻസസ് ഒന്നുമില്ലാത്ത നോൺ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം കൊടുക്കുന്നു GI കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന്. ഓക്കെ, ചില ഇൻഫെക്ഷ്യസ് ഡിസീസ്, GIയിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാവും. ചില ഡയേറിയ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന ആഹാരം വളരെ സോഫ്റ്റ് ആയിട്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള നോൺ ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഫുഡിനെയാണ് ബ്ലാൻഡ് ഡയറ്റ്. എൻ്റെ കാര്യം ദീസ് മസ്റ്റ് ബി, ലിക്വിഡ് എന്നുള്ള വേർഡ് തന്നെ മനസ്സിലായത്, അത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡാണ്. ദിസ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ പേഷ്യൻസ് ഹു ആർ അണേബിൾ ടു ടേക്ക് ഓർ ടോളറേറ്റ് സോളിഡ് ഫുഡ്. വിച്ച് പേഷ്യൻറ്റ് കൻ നോട്ട് ടേക്ക് സോളിഡ് ഫുഡ്. അതായത് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആരാണോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ് ഫുഡ്സ് NG ട്യൂബ് വഴി കൊടുക്കുക, അല്ലെ? നമ്മൾ നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് മൂക്ക് വഴിയോ ഓറലിയോ ഒക്കെ നാസോഗാസ്ട്രിക് ട്യൂബ് ഇടും, അല്ലെ? അപ്പോൾ ആ ട്യൂബ് ഡയറക്ട്ലി സ്റ്റൊമക്കിനകത്താണ് പോയിട്ടുണ്ടാവുക. അതിൽ ഡയറക്ട്ലി നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ കുടിക്കുന്നതായാലും സോളിഡ് ഫുഡ്സ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഓറൽ സർജറി, ത്രോട്ട് സർജറി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആകുമ്പോൾ നമുക്ക് അവിടെ സോളിഡ് ഫുഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന ഡയറ്റാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ദിസ് ഡയറ്റ് മസ്റ്റ് ബി ഗിവൺ യൂഷ്വലി ടു പേഷ്യൻറ്റ് വിത്ത് ഹൈപ്പർ പൈറക്സിയ, ഭയങ്കരമായിട്ട് പനിയുള്ള പേഷ്യൻസ്, എസ്പെഷ്യലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, GI പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ലിക്വിഡ് ഡയറ്റ്സ് നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുള്ളത്. ദാറ്റ് മീൻസ് ദ പേഷ്യൻറ്റ് കാൺ ടോളറേറ്റ് ഓർ കാൺ ഹാവ് സോളിഡ് ഫുഡ്. ആർക്കാണോ സോളിഡ് ഫുഡ്സ് എടുക്കാൻ പറ്റാത്തത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറ്റാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ
ലിക്വിഡ് ഡയറ്റ്സ് കൊടുക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രീഷണലി ഇൻഎഡിക്വേറ്റ് ആൻഡ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം പീരീഡ്സ്. ഈ ലിക്വിഡ് ഡയറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിക്വിഡ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും ബാലൻസ്ഡ് ആയിരിക്കില്ല. അവിടെ പല ന്യൂട്രിയൻസും നമുക്ക് അവിടെ വളരെ കുറവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഡയറ്റ് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റിന് ചൂസബിൾ അല്ല. വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം. അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾ സർജറി നടന്ന പേഷ്യൻറ്റ് ജസ്റ്റ് ഒന്ന് റിക്കവർ ആകുന്ന ഒരു ഷോർട്ട് ടേം പീരീഡിലത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ് ഡയറ്റ്, അതാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് പേഷ്യൻ്റ് വോമിറ്റിംഗ്, ഡയറിയ ഒക്കെ വന്നിട്ട് എക്സസ് ഫ്ലൂയിഡ് ലോസും ന്യൂട്രിയൻ ലോസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ജസ്റ്റ് ഒന്ന് ഫ്ലൂയിഡ് റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് ഡയറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ എക്സ്റേ ഒക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ജസ്റ്റ് ലിക്വിഡ് ഡയറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ലിക്വിഡ് ഡയറ്റ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലീൻ ഫ്ലൂയിഡ് ഡയറ്റ് ഓർ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ്സ് ക്ലിയർ ടീ ആകാം, ബ്ലാക്ക് കോഫി ആകാം, ക്ലിയർ സൂപ്പ് ആകാം, വേ വാട്ടർ ആകാം, ഫ്രൂട്ട് ജ്യൂസസ്. ഇതൊക്കെ എന്താണ് ക്ലിയർ ലിക്വിഡ് ഡയറ്റ് അല്ലെങ്കിൽ ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് എന്ന് അറിയപ്പെടുന്നതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ഷോർട്ട് ടൈം. നെക്സ്റ്റ്, ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ്. എന്താണ് ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഗിവൺ എസ് എ ടോട്ടൽ ന്യൂട്രീഷൻ ഓഫ് പേഷ്യന്റ് ആൻഡ് ഹാസ് ടു മെയിൻറ്റെയിൻ ബൈ ഫ്ലൂയിഡ് ഫോർ കൺസിഡറബിൾ ടൈം. This is necessary when the patient is unable to swallow solid food or if patient is fed by nasogastric tube or Ryle's tube. അതായത് നമ്മൾ NG ട്യൂബ് വഴിയൊക്കെ നമുക്ക് ഒട്ടും തന്നെ കട്ടി കൊണ്ടുള്ള ആഹാരം കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുൾ ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ടോട്ടൽ ന്യൂട്രീഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ഒന്ന് റൈൽസ് ട്യൂബ് വഴിയോ നാസോഗാസ്ട്രിക് ട്യൂബ് വഴിയോ. അതാണ് ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ഫ്ലൂയിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ആഹാരങ്ങൾ സെറിയൽസിന്റെ സൂപ്പോ, ഫ്രൂട്ട് ജ്യൂസോ, വെജിറ്റബിൾ ജ്യൂസസോ, യോഗട്ടോ, ഹോട്ട് കൊക്കോയോ, കസ്റ്റാർഡ്, അങ്ങനെ. പിന്നെ ചില നമ്മളൊന്നും ഐസ്ക്രീം ഒന്നും കൊടുക്കാറില്ല, എന്നാലും അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. മറ്റു കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ചില സാഹചര്യം ഇതുപോലെയുള്ള ഡയറ്റ്സ് നമ്മൾ ഫുൾ ക്ലിയർ ലിക്വിഡ് ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഈ ഒരു ഫുൾ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയറ്റ്, what is mean by low residue diet? low residue diet നമ്മൾ ടൈപ്സ് ഓഫ് ഡയറ്റിൽ അടുത്തൊരു ഡയറ്റ് ആണ് പറയുന്നത് low residue diet എന്ന് പറഞ്ഞാൽ എന്താണ്? used for patients with the digestive and rectal diseases such as colitis അല്ലെങ്കിൽ ഡയേറിയ കൊളൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ റെക്ടൽ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഡയറ്റാണ് ലോ റെസിഡ്യൂ ഡയറ്റ്. അതിന് പ്രത്യേകത പറയാം, എലിമിനേറ്റ്സ് ഓർ ലിമിറ്റ് ഫുഡ്സ് ഹൈ ഇൻ ബൾക്ക് ഓർ ഫൈബർ സച്ച് ആസ് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. അതായത് അവിടെ എന്ത് ചെയ്യുന്നു, ചില ടൈപ്പ് ഫൈബർ കൂടുതലുള്ള അല്ലെങ്കിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യുന്ന ഫുഡ്. അപ്പം ഇതുപോലുള്ള ഫൈബർ അടങ്ങിയ അല്ലെങ്കിൽ റോ ഫ്രൂട്ട്സ് അടങ്ങിയ അല്ലെങ്കിൽ വെജീസ് അടങ്ങിയ ഹോൾ ഗ്രെയിൻസ് അടങ്ങിയ സെറിയൽസ്, നട്ട്സ്, ഇതെല്ലാം ലിമിറ്റ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ. ഇതുപോലെയുള്ള ആഹാരങ്ങളെല്ലാം ലിമിറ്റ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ. ഇതെല്ലാം എന്ത് ചെയ്യും, ചിലപ്പോൾ പേഷ്യൻറ്റിന് റെക്ടൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആക്കും. അത്തരത്തിലുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡയറ്റിനാണ് ലോ റെസിഡ്യൂ ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡയറ്റ് കലോറി കൺട്രോൾഡ് ഡയറ്റ്. ഓക്കെ, കലോറി അടങ്ങിയ ആഹാരം. നമുക്ക് അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ലോ കലോറിയും ഉണ്ട്, ഹൈ കലോറി ഉണ്ട്. ഓക്കെ, കലോറി എന്ന് പറയുമ്പോൾ എനർജി മീറ്റ് ചെയ്യുന്ന ഫുഡിനാണ് കലോറി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ എനർജി കുറവുള്ള ഫുഡുമുണ്ട്, കൂടുതലുള്ള ഫുഡുമുണ്ട്. അതാണ് രണ്ട് ടൈപ്പ് ഉള്ളത്, ലോ കലോറി ഡയറ്റ് ആൻഡ് ഹൈ കലോറി ഡയറ്റ്. Okay, what is meant by low calorie diet? The total calorie intake is reduced to less than the body's requirement. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള റിക്വയർമെന്റ്സിനേക്കാൾ കുറഞ്ഞ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. നമുക്ക് ആവശ്യത്തിനുള്ള എനർജിയേക്കാൾ കുറച്ചുകൂടെ കലോറി കുറവുള്ള ഫുഡ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്ലോ സ്റ്റഡി ലോസ് ഓഫ് വെയിറ്റ് ഓവർ എ പീരീഡ് ഓഫ് സെവറൽ വീക്സ് ഓർ ഈവൻ എ മന്ത്. നമുക്കൊന്നും ശരീരത്തിന്റെ വെയിറ്റ് ഒന്ന് പതുക്കെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ലോ കലോറി ഡയറ്റ് കൊടുക്കുന്നത്. എക്സ്പെഷ്യലി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാലഡ്, ഫ്രൂട്ട്സ്, ബോയിൽഡ് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള കൊടുക്കുമ്പോൾ അതിനകത്ത് കലോറി അല്ലെങ്കിൽ എനർജി അവിടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ അവിടെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ വെയിറ്റ് പതുക്കെ നമ്മുടെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള അവിടെ വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നത് ഗ്രാജുവലി നമ്മളത് വെയിറ്റ് കുറച്ചെടുക്കുന്നു. പേഷ്യന്റ് മസ്റ്റ് ഹാവ് plenty of bulk in diet by using high fiber diet. നമ്മൾ ഹൈ ഫൈബർ കൂടുതലുള്ള ആഹാരങ്ങൾ
കഴിക്കുക. ഫൈബർ ആവുമ്പോൾ എന്താണ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ കാർബോഹൈഡ്രേറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഡൈജസ്റ്റബിൾ ഇൻ അവർ ബോഡി, അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മുടെ വിശപ്പടക്കും, പക്ഷെ എന്ത് ചെയ്യും, അത് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് ശരീരത്തിൽ എലിമിനേറ്റ് ചെയ്ത് പോവുകയും എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അവിടെ കലോറി ഇൻടേക്ക് അവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ലോ കലോറി ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ലോ കലോറി ഡയറ്റിന്റെ കുറച്ച് 1-2 എക്സാമ്പിൾസ് കൂടെ കൊടുക്കാം. അവോയ്ഡ് ലിമിറ്റ് ഹൈ കലോറി ഡയറ്റ്സ് വെച്ചത്, അതായത് ഗീ, ബട്ടർ, ക്രീം, ഷുഗർ, ഹോൾ മിൽക്ക്, ഗ്രീൻ സൂപ്സ് ഓർ ഗ്രേവീസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോളിക് ബിവറേജസ്, സാലഡ് ഡ്രസ്സിങ്സ്, ഫാറ്റി മീറ്റ്, കാൻഡി ആൻഡ് റിച്ച് ഡെസേർട്സ്, ഇതുപോലുള്ള മധുരമുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്തിന്? ലോ കലോറി ഡയറ്റിൽ. ഷുഗർ കണ്ടന്റ് ആണെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ അവിടെ കലോറി ഇൻടേക്ക് അവിടെ കൂടും. നെക്സ്റ്റ് ഡയറ്റ് ഹൈ കലോറി ഡയറ്റ്. ദീസ് ഡയറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പേഷ്യൻസ് ഹു ആർ അണ്ടർ വെയ്റ്റ്, അതായത് വെയിറ്റ് കുറവുള്ള അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷൻ ഉള്ള, വിശപ്പില്ലായ്മയുള്ള പേഷ്യൻസ്, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ്, ക്യാൻസർ ഉള്ള പേഷ്യൻസ്, ഇതുപോലെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം, നമ്മൾ ഹൈ കലോറി ഡയറ്റ് കൊടുക്കണം. അവിടെ അവർക്ക് എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കലോറി ഇൻടേക്ക് നമ്മൾ കൂട്ടണം. ഓക്കെ, അതാണ് ഹൈ കലോറി ഡയറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം, കൂടുതൽ എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണയുള്ള ഡയറ്റിലൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ആഡ് ചെയ്യണം. എന്നാൽ ഒപ്പം തന്നെ നമ്മുടെ ഫൈബറിന്റെ അളവ് കുറയ്ക്കണം. ഫൈബർ റിച്ച് ഡയറ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കുറയ്ക്കണം. അവോയ്ഡ് ഹൈ ഫാറ്റ് ഫുഡ്സ് സച്ച് ആസ് ഫ്രൈഡ് ഫുഡ്സ്, റിച്ച് പാസ്ട്രീസ്, ചീസ്, കേക്ക്, ഇതൊക്കെ നമ്മൾ സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ആഹാരങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടുതൽ അടങ്ങിയ ആഹാരം നമ്മൾ ആഡ് ചെയ്ത് കലോറിക് ഇൻടേക്ക് കൂട്ടുന്ന ഡയറ്റിനെയാണ് ഹൈ കലോറി ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോട്ടീൻ. കലോറി പോലെ തന്നെ പ്രോട്ടീൻ കൺട്രോൾഡ് ഡയറ്റ് ഉണ്ട്. അതും 2 ടൈപ്പ് ഉണ്ട്. ഹൈ പ്രോട്ടീൻ ഡയറ്റും ഉണ്ട്, ലോ പ്രോട്ടീൻ ഡയറ്റും ഉണ്ട്. അപ്പൊ ആ വേർഡ് തന്നെ ഉണ്ട്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒന്ന് പ്രോട്ടീന്റെ ഇൻടേക്ക് കൂട്ടുക. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഇല്ലാത്ത, മസിൽസ് ഇല്ലാത്ത, മാൾ ന്യൂട്രീഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഹൈ ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്നത്. ദ പ്രോട്ടീൻ ഇൻടേക്ക് ഷുഡ് ബി ആവറേജ് ഫ്രം 75 to 100 gram per day for adults. നോർമലി പേഷ്യന്റ് അഡൾട്ട് ഏജിലുള്ളവർക്ക് എന്ത് ചെയ്യണം, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ 75 മുതൽ 100 gram per day നോർമൽ ഇൻടേക്ക് ഉണ്ടാകണം. ഇൻ കേസ് ഓഫ് എനി, എപ്പോഴാണ് നമ്മൾ പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ ഉള്ള പേഷ്യൻസിനാണ് എപ്പോഴും നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചൂസ് ചെയ്യുന്നത്. അത് പക്ഷേ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടും ഹൈ ന്യൂട്രിയൻസ് ഉള്ള, പ്രോട്ടീൻസ് കൂടുതൽ അടങ്ങിയ ആഹാരമായിരിക്കണം നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഈസിലി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണം, അതിനകത്ത് നല്ല ഹൈ പ്രോട്ടീൻസിന്റെ അളവും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആഹാരമാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്, സൈസ് ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾ, അഡോളസൻസ് ഹൂ നീഡ് അഡീഷണൽ ഗ്രോത്ത് ഉള്ള ആളുകൾ, പിന്നെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമണ്, പിന്നെ സർജറിക്ക് മുന്നേയും ചിലപ്പോൾ ശേഷമുള്ള ചില കണ്ടീഷൻസിൽ, പിന്നെ ബേൺസ് അല്ല, മസിൽ ബേൺസ്, പ്രോട്ടീൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. അവിടെ എന്താണ്, റിപ്പയർ നടക്കാൻ വേണ്ടിയിട്ട് ബേൺസ് ഉള്ള പേഷ്യൻസിന്, TB ഉള്ള പേഷ്യൻസിന്, ഇവർക്കൊക്കെ നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണം. അതിനൊപ്പം, അതായത് റെഗുലർ ഡയറ്റിനൊപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീറ്റ്, ഫിഷ്, മിൽക്ക്, ചീസ്, എഗ്, ഡാള്, സോയാബീൻസ്, ഗ്രൗണ്ട് നട്ട്സ്, ഇതൊക്കെ നമ്മൾ അവരുടെ ആഹാരത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടും. ഇനി അടുത്തതാണ് ലോ പ്രോട്ടീൻ ഡയറ്റ്. എന്താണ് ലോ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാത്ത ചില ആൾക്കാരുണ്ട്. അതായത് കിഡ്നി ഡിസീസസ് ഉള്ള ആൾക്കാർ, അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ പ്രോട്ടീൻ ഡയറ്റ് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ലോ പ്രോട്ടീൻ ഡയറ്റ് ഈസ് അഡ്വൈസ്ഡ് ഇൻ കിഡ്നി ഡിസീസസ് സച്ച് ആസ് നെഫ്രൈറ്റിസ്, യുറേമിയ, കിഡ്നി ഫെയിലുവർ, ഓക്കെ, അതുപോലെയുള്ള ഡിസീസസ് ഉള്ളവർക്ക്, കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തവർക്ക് നമ്മൾ മെയിൻലി നമ്മൾ എന്ത് കൊടുക്കാനോ ലോ പ്രോട്ടീൻ ഡയറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, മോഡറേറ്റ് ലെവൽ പ്രോട്ടീൻ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. കാരണം നമുക്ക് എക്സസ് പ്രോട്ടീൻ അവിടെ വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് അഡീഷണൽ വർക്ക് ലോഡ് കൂടും. അപ്പോൾ കിഡ്നി പെട്ടെന്ന് ഫങ്ഷൻ കുറയും. അതുകൊണ്ടാണ് നമ്മളവിടെ ലോ പ്രോട്ടീൻ അല്ലെങ്കിൽ മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ കൊടുക്കുന്നത്. മെയിനായിട്ട് മിൽക്ക്, എഗ്, മീറ്റ്, നട്ട്, ബീൻസ്, ഇതെല്ലാം നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്യുകയാണ്. കാരണം ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യുക. നെക്സ്റ്റ് ഡയറ്റ് ഈസ് ഡയബറ്റിക് ഡയറ്റ്.
വാട്ട് ഈസ് മീൻ ബൈ ഡയറ്റ്? ആ വേർഡ് തന്നെയുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്ന ഡയറ്റ്. ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഷുഗറിന്റെ അളവ് കൂടുന്നു, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുന്നു അല്ലെ. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നു, അല്ലെങ്കിൽ ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് അവിടെ ഈ ഡയബറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീന്, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഡയബറ്റീസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൂട്ടാൻ സാധ്യതയുള്ള ആഹാരങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ലൈക്ക് റൈസ്, ബിസ്ക്കറ്റ്സ്, അടുത്ത് ഷുഗർ, ജാം, സ്വീറ്റ്സ്, ഹണി, ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം അളവ് കുറയ്ക്കുക. അതാണ് ഡയബറ്റിക് ഡയറ്റിന്റെ പ്രത്യേകത. ഓക്കെ, പേഷ്യൻറ്റ് ഷുഡ് ടേക്ക്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻ്റെ എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് കൊടുക്കാം, മിൽക്ക് കൊടുക്കാം, റോ സാലഡ്സ് കൊടുക്കാം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ കലോറിയുടെ 20 മുതൽ 25% ചിലപ്പോൾ പ്രോട്ടീനിൽ നിന്നും, പിന്നെ 40% കാർബോഹൈഡ്രേറ്റിൽ നിന്നും, 40% ഫാറ്റിൽ നിന്നും മീറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ആഹാരം കൊടുക്കുക. ഓക്കെ, ആ രീതിക്ക് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറച്ച് ബാക്കിയുള്ള ആഹാരങ്ങൾ നമുക്ക് കൂട്ടാം. അതായത് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൂട്ടാൻ പറ്റും ഡയബറ്റിക് പേഷ്യൻസിന്. ഇനി അടുത്തൊരു ഡയറ്റാണ് ലോ കൊളസ്ട്രോൾ ഡയറ്റ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ, കൊളസ്ട്രോൾ കുറഞ്ഞ ആഹാരം കൊടുക്കുക. റെസ്ട്രിക്ട് ഫുഡ്സ് കണ്ടെയ്നിങ് കൊളസ്ട്രോൾ കൂടുതലുള്ള ആഹാരങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എക്സാമ്പിൾ, ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻറ്റ്, അതിറോസ്ക്ലീറോസിസോ മറ്റ് ഹാർട്ട് ഡിസീസോ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ കൊളസ്ട്രോൾ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ബീഫ്, ലിവർ, പോർക്ക്, lamb, egg yolk, cream, cheese, natural cheeses, shellfish, whole milk, coconut and palm oil products, ഇത്തരത്തിലുള്ള ആഹാരങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു? കൊളസ്ട്രോൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ അതിറോസ്ക്ലീറോസിസ് പോലുള്ള ഡിസീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവയെല്ലാം അവോയ്ഡ് ചെയ്യുക. അതാണ് ലോ കൊളസ്ട്രോൾ ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക. ലോ ഫാറ്റ് ഡയറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ദ ഡയറ്റ് പേഷ്യൻറ്റ് വിത്ത് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഗാൽ ബ്ലാഡർ ഡിസീസ് ഉള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫാറ്റ് കുറഞ്ഞ ആഹാരങ്ങൾ നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റിനകത്ത് കൊടുക്കണം. കാർബോഹൈഡ്രേറ്റ് ഇൻ ഡയറ്റ് ഷുഡ് ബി ഇൻക്രീസ് ടു സപ്ലൈ ദ ലിവർ വിത്ത് ഗ്ലൈക്കോജൻ ടു പ്രിവെൻറ്റ് കീറ്റോസിസ്. നമ്മൾ ഈ ലോ ഫാറ്റ് ഡയറ്റ് കൊടുത്തിട്ട് പകരം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോ ഫാറ്റ് ഡയറ്റുള്ള പേഷ്യൻസിന്. അവിടെ നമ്മൾ ഗീ, ബട്ടർ, ഓയിൽ ഇതുപോലെയുള്ളതൊന്നും ഈസ് അലൗഡ് ഇൻ ദ ഡയറ്റ്. ഇതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക, മീൻസ് കൊടുക്കരുത്, പേഷ്യൻറ്റിന് പെർമിറ്റ് ചെയ്യരുത്. പൊരിച്ചെടുത്ത ഫ്രൈ ചെയ്ത ഫുഡ് ഉണ്ടോ, ഫ്രൈഡ് ഫുഡ്സ് ഒന്നും നമ്മൾ പേഷ്യൻസിന് കൊടുക്കരുത്. പകരം നമ്മൾ വെജിറ്റബിൾസോ റൊട്ടിയോ റൈസോ ബ്രെഡോ ഫ്രൂട്ട്സോ ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തുള്ളതാണ് സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് അല്ലെങ്കിൽ ലോ സോൾട്ട് ഡയറ്റ്. ഓക്കെ, സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് അല്ലെങ്കിൽ ലോ സോൾട്ട്, അതിൻ്റെ അർത്ഥം എന്താണ്? ഉപ്പ് കുറഞ്ഞ ആഹാരം, സോഡിയം കുറഞ്ഞ ആഹാരം അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞ ആഹാരം എന്നാണ് ലോ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് അല്ലെങ്കിൽ ലോ സോൾട്ട് ഡയറ്റ്. സോഡിയം ഈസ് ടോട്ടലി ഓർ പാർഷ്യലി, ഒന്നുകിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപ്പ് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. അതിൻ്റെ പേഷ്യൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് ചില ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന്, കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ചിലപ്പോൾ സോൾട്ട് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ലോ സോൾട്ട് ഡയറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചില ഉണക്കിയ ഫിഷ്, ചില ബേക്കിംഗ് പൗഡറുകൾ, ചില ക്യാൻഡ് ഫുഡ്, പിക്കിള്, ബിസ്ക്കറ്റുകൾ, സോൾട്ടഡ് ചിപ്സുകൾ, ഇതിലൊക്കെ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കുക. ഇനി അടുത്തതാണ് അയൺ റിച്ച് ഡയറ്റ്. എന്താണ് അയൺ റിച്ച് ഡയറ്റ്? അനീമിയ ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ആഹാരമാണ് അയൺ റിച്ച് ഡയറ്റ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരം നമ്മൾ ആഡ് ചെയ്യുന്നു ടു ഇംപ്രൂവ് ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഓർ ദ ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ലെവൽ കൂട്ടാനോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാനോ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ആഹാരമാണ് അയൺ റിച്ച് ഡയറ്റ്. എക്സാമ്പിൾ ലൈക്ക് ലിവർ, മീറ്റ്, എഗ്, സ്പിനാഷ്, ഡ്രംസ്റ്റിക്, റാഗി, ജാഗ്രി, ഡേറ്റ്സ്, ബീറ്റ്. ഓക്കെ, ഇതുപോലെയുള്ള ആഹാരങ്ങളെല്ലാം നമുക്ക് ആഹാരത്തിൽ കൂടുതൽ ആഡ് ചെയ്ത് തെറാപ്യൂട്ടിക് ഡയറ്റായിട്ട് അയൺ റിച്ച് ഡയറ്റ് പേഷ്യൻസിന്, അനീമിയ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുക. ഓക്കെ,
ഇനി സാധാരണ അപ്പോൾ ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ ഡയറ്റുകൾ. ഞാൻ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം. ഒരുപാട് ടൈപ്പ് ഉണ്ട്, പക്ഷേ നിങ്ങളിതെല്ലാം ഒന്ന് ജസ്റ്റ് മിനിമൽ നോളജ് മതി. നിങ്ങൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ഓരോ ടൈപ്പും ചെയ്യേണ്ട. പക്ഷേ എന്നല്ല, റെഗുലർ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, കലോറി കൺട്രോൾഡ്, അതായത് ലോ കലോറിയും ഹൈ കലോറി, ലോ കൊളസ്ട്രോൾ ഡയറ്റ്, സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലോ പ്രോട്ടീൻ ഡയറ്റ്, ലോ റെസിഡ്യൂ ഡയറ്റ്, ബ്ലാൻഡ് ഡയറ്റ്, ലോ ഫാറ്റ് ഡയറ്റ്. ഓക്കെ, ഇത്രയും ഡയറ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് ഓരോന്നും അത് ഏതൊക്കെ ഡിസീസസിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഡിസീസസ് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡയറ്റിൽ വരുന്നത്. ഇനി സാധാരണയായി നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ്, ഫുൾ ലിക്വിഡ് ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, നോർമൽ ഡയറ്റ് ഒക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഡിസീസസിനുമായിട്ട്. അപ്പം നമ്മൾ അത് ഓരോ ഡിസീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ഡിസീസസ് പഠിക്കുമ്പോൾ അവിടെ പറയാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിത് എന്തായാലും എക്സ്പ്ലനേഷൻ കഴിഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ മോഡിഫിക്കേഷനോ അതൊക്കെ നമുക്ക് അടുത്ത ഡയറ്റ് ഓരോ ഡിസീസസ് പറയുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ കൂടുതൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻ, ഇതുവരെയുള്ള ഡെഫിനിഷൻ ഇത്രയും, ഓരോ ടൈപ്പും എന്താണെന്നുള്ള മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസും ഒക്കെ എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.